ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെയധികം ടേസ്റ്റോട് കൂടിയ ഒരു സേമിയ പായസമാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അത് നമുക്ക് പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ അതിനുവേണ്ട പാല് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഒരു 750 ml പാലാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഈ സോസ് പാനിലേക്ക് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. പാല് സോസ് പാനിൻ്റെ അടിയിൽ പിടിക്കാതെ ഇടവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 10 ഏലക്ക ഇട്ട് കൊടുത്തൊന്ന് പൊടിക്കാം. ഏലക്ക മാത്രമായ പൊടിഞ്ഞിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഏലക്ക നല്ലതുപോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. അടുത്തായി നമുക്ക് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതിൽ നിന്ന് 1 കപ്പ് സേമിയാണ് എടുക്കുന്നത്. ഏതാണ്ട് ഈ പാക്കറ്റിൻ്റെ പകുതിയോളം വരും. ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തവ നമുക്ക് സ്റ്റവിൽ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് നല്ലതുപോലെ ഉരുകി വന്നു കഴിയുമ്പോൾ നമുക്കതിലേക്ക് കാഷ്യൂസും കിസ്മിസ് ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ കാഷ്യൂസ് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമുക്കിനി എടുക്കാം. അടുത്തത് നമുക്കിനി കിസ്മിസ് ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്. അത് നമുക്ക് കോരിയെടുക്കാം. ഈ നെയ്യിൽ തന്നെ നമുക്ക് സേമിയ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് നെയ്യിൽ കിടന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതി. ബ്രൗൺ ഷെയ്ഡൊന്നും ആവണ്ട. ഇത് ഫ്രൈ ആയി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. സേമിയ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ സേമിയ ആവശ്യത്തിന് വേവായി കിട്ടും. നമ്മുടെ സേമിയ വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഏലക്ക പൊടിച്ചപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്തിരുന്നു. അതും കൂടിയാണ് നമ്മളിപ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് പഞ്ചസാര ഇപ്പോൾ ആഡ് ചെയ്തതും നേരത്തെ 1/4 കപ്പും കൂടി 1.25 കപ്പ് പഞ്ചസാര നമ്മളിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഏലയ്ക്ക് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ പായസം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ പാല് തിളപ്പിച്ചപ്പോൾ തന്നെ നന്നായി വറ്റിച്ചെടുത്തുകൊണ്ട് ഇനി നമുക്ക് അധികം ഇത് വറ്റിക്കേണ്ട ആവശ്യമില്ല. കാരണം സേമിയ വെന്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പാൽ
ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഇവിടെ ഏലക്കാപ്പൊടിയും വാനില എസൻസും കൂടി നമ്മളിപ്പോൾ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ടെണ്ണത്തിൻ്റെയും കൂടി ഫ്ലേവർ ഒന്നിച്ച് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് 1/2 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ 1/2 സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായി നമുക്കിനി റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും കിസ്മസും ഇട്ട് കൊടുക്കാം. കൂടെ ഞാൻ ഒരു 2-3 ബദാമും കൂടി ചെറുതാക്കി അരിഞ്ഞത് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പായസത്തിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ പായസം റെഡി ആയിക്കഴിഞ്ഞ് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ പ്രത്യേക ഫ്ലേവറോട് കൂടിയ ഈ സേമിയ പായസം എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. അതിൻ്റെ ടേസ്റ്റ് ശരിക്കും ഒന്ന് രുചിച്ചറിയുകയും വേണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്നറിയിക്കുകയും വേണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഞാനിടുന്ന വീഡിയോസിൽ പിക്ചേഴ്സ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ഫോളോ ചെയ്യണം. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു റെസിപ്പിയുമായി കാണാം.